Hello students, let us consider the next topic from module 1, that is von Neumann and Harvard architecture. Von Neumann architecture is a digital computer architecture whose design is based on the concept of stored program computers where program data and instruction data are stored in the same memory. This architecture was designed by the famous mathematician and physicist John von Neumann in 1945. അതായത് ഇവിടെ നമുക്ക് ആർക്കിടെക്ചേഴ്സ് പഠിക്കുന്ന സമയം അതായത് പ്രൊസസ്സർ ആർക്കിടെക്ചർ എന്താണെന്ന് നമ്മൾ ബേസിക് ആയിട്ട് കണ്ടു. അപ്പം പ്രൊസസ്സർ ആർക്കിടെക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ദർ വിൽ ബി അതായത് സി പി യു ഉണ്ട്, പിന്നെ സി പി യു അല്ലെങ്കിൽ പ്രൊസസ്സർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അത് ദാറ്റ് വിൽ ബി ആക്ച്വലി ഇൻ്റർഫേസ് വിത്ത് ദ other devices, input output devices, memory, okay, through bus, okay, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെമ്മറി എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഡേറ്റ, അതുപോലെ തന്നെ പ്രോഗ്രാം ഡേറ്റ, അങ്ങനെ രണ്ട് ഡേറ്റ ഉണ്ട്. ശരിക്കും പ്രോഗ്രാം ഡേറ്റ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡേറ്റ ഉണ്ട്. ഇത് രണ്ടും ഒരേ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടേഴ്സ് എന്നൊരു കോൺസെപ്റ്റാണ് ഇതിലുള്ളത്. ആൻഡ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ചർ ഫേമസ് മാത്തമെറ്റീഷ്യനും അതുപോലെ തന്നെ ഫിസിസിസ്റ്റായ ജോൺ വോൺ ന്യൂമാൻ ആണ് 1945. ഇനി ജോൺ വോൺ ന്യൂമാൻ വാസ് എ കൺസൾട്ടൻറ്റ് ടു ദ ENIAC project, that is a team discussed changing the way computers were programmed. Von Neumann publicized and popularized these ideas. The instructions could be converted into numbers and placed in memory along with the data. This is known as stored program concept. The combination of the basic units ALU, control, then memory input and output units and the stored program concept gives the von Neumann architecture. അതായത് ഇവിടെ വോൺ ന്യൂമാൻ എന്ന് പറയുന്നത് ഒരു കൺസൾട്ടൻ്റ് ആയിരുന്നു. ഓക്കെ, ഈ ENIAC പ്രൊജക്റ്റിൻ്റെ കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരു പ്രൊജക്റ്റ്, ഒരു ഫേമസ് പ്രൊജക്റ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ദ ടീം, അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടീം എന്ന് പറയുന്നത് എങ്ങനെ അതായത് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഡേറ്റേൻ്റെ കൂടെ. ഓക്കെ, അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്. ആൻഡ് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ, അത് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് അതുപോലെ തന്നെ ബേസിക് യൂണിറ്റ്സിൻ്റെ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ALU, കൺട്രോൾ, മെമ്മറി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരുന്നു വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇതാണ് ഫിഗർ. അപ്പോൾ ഇതാണ് വോൺ ന്യൂമാൻ മോഡൽ. ദാറ്റ് ഈസ് നമുക്ക് അറിയാം ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഇതെല്ലാം ഇൻ്റർഫേസ് ചെയ്തിട്ടുണ്ട്. CPU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU ഉണ്ട്, ദെൻ മെമ്മറി. ഓക്കെ, സോ മെമ്മറി ഒരു സിംഗിൾ മെമ്മറിയാണ് ഉണ്ടായത്. It requires only one memory for their instruction and data. Design of the von Neumann architecture is simple. Von Neumann architecture requires only one bus for instruction and data. Processor needs 2 clock cycles to complete an instruction. Low performance as compared to Harvard architecture. It is cheaper. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് വോൺ ന്യൂമാൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി മാത്രമേ ആവശ്യമുള്ളൂ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റയ്ക്ക് വേണ്ടി. ഓക്കെ, ഒരു മെമ്മറിയിൽ തന്നെയാണ് അതായത് സെയിം മെമ്മറിയാണ് ഇൻസ്ട്രക്ഷനും ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഡിസൈൻ അതുപോലെ തന്നെ സിമ്പിളാണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ. ദെൻ ഒരു ബസ് മാത്രമേ വേണ്ടിയുള്ളൂ, അതായത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റയ്ക്ക് വേണ്ടി ഒരു ബസ് മാത്രമേ വേണ്ടുന്നുള്ളൂ. ദെൻ 2 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടിവരും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, 2 ക്ലോക്ക് സൈക്കിൾസാണ്. പിന്നെ ഹാർവാർഡ് ആർക്കിടെക്ചർ കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് ലോ ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ചീപ്പുമാണ്. ഇനി നമുക്ക് ഹാർവാർഡ് ആർക്കിടെക്ചർ നോക്കാം. ഹാർവാർഡ് ആർക്കിടെക്ചർ ഇസ് ദ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ whose design is based on the concept where there are separate storage and separate buses for instruction and data. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ അതെന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ്. ആൻഡ് ഡിസൈൻ ബേസ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആൻഡ്
and separate bus, okay, for instruction and data. സ്റ്റോറേജും സെപ്പറേറ്റ് ആണ്, ബസ്സസും സെപ്പറേറ്റ് ആണ് ഇൻസ്ട്രക്ഷനും ഡേറ്റയ്ക്ക് വേണ്ടി. ബേസിക്കലി ഡെവലപ്പ് ടു ഓവർകം ദ ബോട്ടിൽ നെക്ക് ഓഫ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അതായത് വോൺ ന്യൂമാൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തത്. ഇൻ ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ആർ ഹെൽഡ് ഇൻ ദ സെയിം മെമ്മറി. അത് നമ്മൾ കണ്ടതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ. അപ്പോൾ ഇവിടെ വേരിയേഷൻ ഓൺ ദിസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഹാർവാർഡ് ആർക്കിടെക്ചർ, ഹാസ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഹെൽഡ് ഇൻ സെപ്പറേറ്റ് മെമ്മറീസ്. ഓക്കെ, സെപ്പറേറ്റ് മെമ്മറീസ് ആയിരിക്കും. ആൻഡ് മോർ മോഡേൺ, അതായത് ഈ ഒരു ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു മോഡേൺ വേരിയേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സെയിം മെമ്മറിയിൽ ചിലപ്പം ഉണ്ടാവാം, പക്ഷേ സെപ്പറേറ്റ് ക്യാഷ് മെമ്മറിയിലേക്ക് അത് പ്ലേസ് ചെയ്യും. ഓക്കെ, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് മെമ്മറിയാണ്. ഓക്കെ, അതിലേക്ക് സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫിഗർ. ഇപ്പോൾ നമുക്ക് കാണാം ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ മെമ്മറി വേറെയുണ്ട്, ഡേറ്റ മെമ്മറി വേറെയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർവാർഡും വാൻ ന്യൂമാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ദ നെയിം ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഹാർവാർഡ് മാർക്ക് L, റിലേ ബേസ്ഡ് ഓൾഡ് കമ്പ്യൂട്ടർ. ഓക്കെ, ആ ഒരു ഓൾഡ് കമ്പ്യൂട്ടറിൻ്റെ പേരിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. And it requires two memories for the instruction and data. Design is complicated. Okay, and Harvard architecture is required separate bus. അതായത് separate bus വേണം. Then processor can complete an instruction in one cycle. ഒരു സൈക്കിളിൽ തന്നെ പ്രൊസസ്സറിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻസ്ട്രക്ഷൻ. And easier to pipeline, so high performance can be achieved. പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പം ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻ്റെ ഡേറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു സമയത്ത് തന്നെ രണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, അതാണ് പൈപ്പ് ലൈൻ. സോ ഇവിടെ പൈപ്പ് ലൈൻ ഈസിയർ ആണ്. ഓക്കെ, ദെൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ വോൺ ന്യൂമാൻ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചേഴ്സ്.